Most Reverend Dr. Theodosius Ma Thoma Metropolitan, Most Reverend Barnabas Suffragan Metropolitan, Right Reverend Isaac Ma Floxnos Episcopa, the Sabha secretaries, trustees, and all the people that are on the dais, all the distinguished invitees who are here for this program, my fellow awardees, along with me, those who have got awards, Dr. Bodhisattva Hasra, and all the young people who have got award this time, and also the family of Sri A.V. Jones, who has created this scholarships and awards in the name of Melpadam Attumal George Kuti Merit Awards, and all the well-wishers, mentors. It's a great privilege for me to stand here and address you after receiving this award, which has made itself a mark by bestowing this award on many great legends much before me. I think all those names that I can go through, I think they resonate well in terms of the accomplishments and contributions for this country. And I'm really happy that you have considered me to be among them. It's a great honor, not just for me alone as a person, but for the type of work that we did in the domain of science and technology, specifically space technology. And I know there were a few other people much before me who came and received this award, includes Dr. Madhavan Nair, Dr. K. Shivan and others. I think they also reflect the same type of contributions and glory that we all transmit. It's a really an honor to come here and to be in this beautiful hall and along with you, Metropolitan, to be seated beside you and then receive this award is a great honor. Thank you so much for this opportunity. I thought that I will deliver a short speech on the topic of what the Indian Space Science Missions means, and also how these science missions have become an instrument of creating an inspirational story for young people to come into domains of science and technology. ഞാൻ എൻ്റെ പ്രഭാഷണം മലയാളത്തിലേക്ക് മാറ്റാം എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഞാൻ ഈ നാട്ടുകാരനാണ്, അതുകൊണ്ടാണ് മലയാളത്തിൽ സംസാരിക്കാൻ ആണ് കൂടുതൽ ആഗ്രഹം ഇംഗ്ലീഷിനേക്കാളും. But it doesn't matter that I may switch in between. The language doesn't really matter. സ്പേസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത സമയം, ISRO സ്റ്റാർട്ട് ചെയ്തത് 1960-കളിലാണ്. ശ്രീ നയനാൻ സാർ ഇവിടെ ഉണ്ട്. ആ യാത്രകളെക്കുറിച്ച് കൂടുതൽ അദ്ദേഹത്തിനായിരിക്കും അറിയാവുന്നത്. നയനാൻ സാറിൻ്റെ പേരും എൻ്റെ അവാർഡുകളിലുള്ള ഒരാളാണ്. ആ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തിരുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ, ഈ മേഖലയിൽ അമേരിക്കയും റഷ്യയും മറ്റു രാഷ്ട്രങ്ങളെയും പോലെ ഒരു കഴിവുണ്ടാക്കണം. എന്തിനാണ്? റോക്കറ്റുകൾ നിർമ്മാണം, ഉപഗ്രഹങ്ങളുടെ നിർമ്മാണം, വിക്ഷേപണം, നമ്മുടെ സ്വന്തമായ സ്പേസ് മേഖലയിൽ പ്രവർത്തിക്കാനുള്ളൊരു കഴിവുണ്ടാക്കണം. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഈ പ്രോഗ്രാമിനെ ഡ്രൈവ് ചെയ്ത സ്പിരിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെ ഈ ശാസ്ത്ര മേഖല ഉപയോഗിച്ച് സാധാരണക്കാരുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. ഇതായിരുന്നു സ്പേസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത കാലഘട്ടത്തിൽ വിക്രം സാരാഭായും അതിനുശേഷം വന്ന ലീഡർഷിപ്പുകളും എല്ലാം നമ്മളോട് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സ്പേസ് പ്രോഗ്രാം തുടക്ക കാലഘട്ടം മുതൽ ഇന്നവർ ശ്രദ്ധിച്ചാൽ അറിയാം, മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ പ്രധാന ലക്ഷ്യം ആപ്ലിക്കേഷനുകളാണ്. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ, റിസോഴ്സ് മാപ്പിംഗ്, ക്ലൈമറ്റ്, ഡിസാസ്റ്റർ വാർണിംഗ്, ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം ടെക്നോളജികളാണ് നമുക്ക് ഉപഗ്രഹ സാങ്കേതിക വിദ്യയുടെ ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയുക, വിക്ഷേപിക്കാൻ കഴിയുക. അതനുസരിച്ചുള്ള ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുക, അതനുസരിച്ച് വിക്ഷേപിക്കാൻ പറ്റുന്ന റോക്കറ്റുകൾ നിർമ്മിക്കുക, ഇതൊക്കെയായിരുന്നു നമ്മുടെ ആദ്യകാല പ്രവർത്തനങ്ങൾ. ഇത് മറ്റു രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് മറ്റൊരു വഴിയിൽ കൂടെയാണ് ഇത് പോയത്. മറ്റു രാഷ്ട്രങ്ങൾ ശ്രദ്ധിച്ചറിയാം, അവിടെ ആദ്യം ഉണ്ടായതെല്ലാം മിസൈലുകളാണ്. ആളുകളെ കൊല്ലാൻ പറ്റുന്ന ഉപകരണങ്ങളാണ് ആദ്യം ഉണ്ടാക്കിയത്. ആ മിസൈലുകൾ പിന്നെ റോക്കറ്റുകളായി മാറി, ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ പറ്റുന്നതായി. പിന്നീട് അവ ഉപയോഗിച്ച് ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ചു. അതിനുശേഷം ആപ്ലിക്കേഷൻ ഉണ്ടായി. പക്ഷേ നമ്മൾ തിരിച്ച് വഴിയിലാണ്, നമ്മൾ ആപ്ലിക്കേഷൻ വഴി തിരിച്ച് റോക്കറ്റിൽ എത്തുകയാണ് ചെയ്തത്. അതൊരു കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമായിരുന്നു. നമ്മളുടെ ശാസ്ത്ര മേഖലയിൽ പ്രവർത്തിച്ച ലീഡർഷിപ്പിൻ്റെ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമാണ്. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ വലിയ ചരിത്രമൊന്നും പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് നമ്മൾ ആ മാറ്റം
ഈ കഴിഞ്ഞ ഒരു 60 വർഷങ്ങൾ കൊണ്ട് സ്പേസ് മേഖലയിൽ വലിയ മാറ്റങ്ങളുണ്ടായി. ഭാരതത്തിന് ഇന്ന് ഒരു വളരെ ബഹുമാനപ്പെട്ട നിലയിൽ എത്താൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മറ്റ് സ്പേസ് രാഷ്ട്രങ്ങളുടെ ഒപ്പം ഒരേ ടേബിളിലിരുന്ന് സംസാരിക്കാൻ പറ്റുന്ന തലത്തിലേക്ക് നമ്മൾ എത്തപ്പെട്ടു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥ. അത് വന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇന്ന് ചന്ദ്രയാൻ 3 പോലെയുള്ള വിക്ഷേപണങ്ങളുടെ വിജയമാണ് എന്നെനിക്ക് തിരിച്ചറിവുണ്ട്. കാരണം അത് ഇന്ത്യയെ പോലെ രാഷ്ട്രം ചെയ്യാൻ സാധിക്കുമോ എന്ന് പലരും സംശയിച്ചൊരു കാര്യമാണ്. എങ്ങനെ ഇത്തരം ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു മിഷൻ, അതും ഭാരതത്തെ പോലെ രാഷ്ട്രം സ്വന്തം റോക്കറ്റുകൾ ഉപയോഗിച്ച് സ്വന്തം രാഷ്ട്രം നിർമ്മിച്ച ഉപഗ്രഹം, അതിൻ്റെ ആദ്യ വിക്ഷേപണത്തിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ രണ്ടാമത്തെ വിക്ഷേപണത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. അതും ചന്ദ്രൻ്റെ തെക്കേ ധ്രുവത്തിനടുത്തുള്ളൊരു സ്ഥലത്ത് ലോകത്ത് ആദ്യമായിട്ട് ഒരു രാജ്യം ഇത് ചെയ്യുന്നത് ഇന്ത്യയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു യുണീക്നെസ്. അപ്പോൾ ഇത്തരമൊരു നേട്ടം നേടണമെന്നുണ്ടെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ ടെക്നോളജി ലെവലിൻ്റെ, മെച്യൂരിറ്റി ലെവലിൻ്റെ, അവർക്കുള്ള സ്കില്ലിനെ കുറിച്ചുള്ള ഒരു പൊതുധാരണ രാഷ്ട്രങ്ങൾക്കെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഈ വിക്ഷേപണത്തിന് ശേഷം ഒരുപാട് ആളുകൾ എനിക്ക് കാണാൻ കഴിഞ്ഞവരെല്ലാം എന്നോട് പറഞ്ഞു, എങ്ങനെ ഇന്ത്യക്ക് ഇത് ചെയ്യാൻ കഴിഞ്ഞു, എങ്ങനെ നമുക്ക് ഇത്ര കുറഞ്ഞ ചിലവിൽ ഇത്ര വ്യക്തമായി കൃത്യമായി അവിടെ എത്തിക്കാൻ നമ്മളെ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ ഒരു ടെക്നോളജിയുടെ കേപ്പബിലിറ്റിയുടെ ഒരു വലിയ മെഷറാണ്. പക്ഷെ നമുക്കിന്ന് ആ വിക്ഷേപണത്തിനൊപ്പം തന്നെ കുറച്ചധികം സയൻസ് മേഖലയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടായി. അതുകൊണ്ട് തന്നെ കുറച്ച് പ്രൊജക്റ്റുകൾ ഇതിന് ഒപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞപ്പോൾ ആദിത്യ L1 എന്നുള്ള മിഷനെ കുറിച്ച് പറഞ്ഞു. എക്സ്പോസാറ്റ് എന്നൊരു സാറ്റലൈറ്റ് വിക്ഷേപിച്ചത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതിനുശേഷം സ്പേഡെക്സ് എന്ന് പറഞ്ഞൊരു മിഷൻ ഉണ്ടായി. നമ്മൾ അതിന് കുറച്ചു കാലം മുമ്പ് SRE സ്പേസ് ക്യാപ്സൂൾ റിക്കവറി, ഗഗൻയാൻ പ്രോഗ്രാം മുതലായ പ്രോജക്റ്റുകളെക്കുറിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആദ്യ കാലഘട്ടത്തിൽ നമ്മളുടെ ഉപഗ്രഹ വിക്ഷേപണവും നിർമ്മാണവും എല്ലാം ഈ പറഞ്ഞ ആപ്ലിക്കേഷനുകൾ, പൊതുജനങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്ന മിഷനുകൾ ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണത്. ചന്ദ്രനിൽ പോയാൽ നിങ്ങളുടെ ആരുടെയെങ്കിലും പ്രശ്നങ്ങൾ തീരുമോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം ഇന്ന് ചന്ദ്രനിൽ പോയി ലാൻഡ് ചെയ്തുകൊണ്ട് ഇന്ന് ഇവിടുത്തെ പട്ടിണിയോ റിസോഴ്സ് മാപ്പിങ്ങിൻ്റെ പ്രശ്നങ്ങളോ ഡിസാസ്റ്റർ ഇഷ്യൂകളോ ഒന്നും സോൾവ് ചെയ്യപ്പെടാൻ പോകുന്നില്ല. പ്രത്യേകിച്ചും ഇങ്ങനൊരു ചോദ്യം പലപ്പോഴും വരും. സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഫേസ് ചെയ്യുന്നൊരു ചോദ്യമാണ്, ഈ മിഷൻ കൊണ്ട് നിങ്ങൾ എന്ത് നേടി എന്നുള്ളൊരു ചോദ്യം. എന്തുകൊണ്ട് നമ്മളെപ്പോലെയുള്ള രാഷ്ട്രത്തിന് ഈ ഒരു മിഷൻ, സയൻസ് മേഖലയിൽ ചെയ്യുന്ന മിഷനുകൾ പ്രാധാന്യമുള്ളതായി മാറുന്നു? ഇതൊരു വലിയ ചോദ്യമാണ്. ഈ ചോദ്യങ്ങൾ പണ്ടും ഉണ്ടായിട്ടുണ്ട്. സാരാഭായിയൊക്കെ ആദ്യ കാലഘട്ടത്തിൽ തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനിൽ 100 കിലോമീറ്റർ ഉയരത്തിൽ ഇക്വറ്റോറിയൽ ജെറ്റിനെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് ആദ്യ റോക്കറ്റുകൾ വിക്ഷേപിച്ചത്. അത് പഠിച്ചതുകൊണ്ട് ഈ രാഷ്ട്രത്തിന് എന്താ ഗുണം എന്ന് ചോദിച്ച ഒരുപാട് പേരുണ്ടായിരിക്കും ആ കാലഘട്ടത്തിൽ. എന്തുകൊണ്ട് നമ്മൾ റോക്കറ്റ് മേഖലയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യണം? പക്ഷേ ഇന്ന് നമ്മൾ ആരും അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. സ്വന്തമായിട്ട് ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും റോക്കറ്റുകൾ നിർമ്മിക്കാനും ഈ രാഷ്ട്രത്തിന് കഴിവുണ്ട് എന്നുള്ളൊരു അഭിമാന കാര്യമായിട്ട് നമ്മൾ ഇന്നെല്ലാവരും സംസാരിക്കുന്നു. So we are all proud of it, that we have this technology, we know how to do this. It's important for the nation, it's important for our strength. But then the question now is, why should we invest more into science and not just into applications? So this is the topic which I would like to discuss today. Because the time has come that we cannot not only talk about applications and serving society, but also we should look forward that we need to invest more money into developing technologies that will decide the future of this nation. Why we should become technically more advanced, why we should invest in fundamental research, why we should invest in front-end research like space research. It's not just limited to space research. In many other domains it is important. This message is not just for space alone. It's important for so many other domains that we need to work in the front end. Though it may not appear to you that it actually solves many of your problems today, but I am sure about it that it will solve problems of this nation many years later. So that's where we need to invest. And that's why we want to make an example in space, that we want to look at how to do front-end research and work in domains of science and technology, though it will appear to be a unwanted expenditure. But then the way in which we have been doing it is very frugal, very low cost. And this is also being hailed very well across the world. നമ്മൾ വളരെ ചിലവ് കുറച്ചാണ് മിഷനുകൾ ചെയ്യുന്നത്. ചന്ദ്രയാനെ പോലുള്ള മിഷനുകൾക്ക് ചെയ്തതിൻ്റെ ചിലവ് ലോകത്ത് ഒരു മനുഷ്യർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ചിലവിലല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പലരും അതിശയത്തോടെ ചോദിച്ചിട്ടുണ്ട് നമ്മളോട്, എങ്ങനെ നിങ്ങൾക്ക് ഇത്ര കുറഞ്ഞ ചിലവിൽ ഇന്ത്യയിൽ ഇത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. പക്ഷേ ആ സെക്രട്ടറികൾ പറയുകയല്ല എൻ്റെ മിഷൻ്റെ ഉദ്ദേശം, എൻ്റെ സ്പീച്ചിൻ്റെ ഉദ്ദേശം. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാന കാരണം ഒരു ഓർഗനൈസേഷണൽ കൾച്ചർ
ഓഫ് ഫ്രുഗാലിറ്റി ഓർ ഓർഗനൈസേഷൻ കൾച്ചർ ഓഫ് ഡൂയിങ് തിങ്സ് അറ്റ് എക്സ്ട്രീംലി ലോ കോസ്റ്റ് ആണ് എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. പക്ഷേ ഈ ചിലവ് കുറഞ്ഞുള്ള ഈ സ്കില്ലും ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റുകൾ ചെയ്യാൻ കഴിയും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചന്ദ്രയാൻ 3 പോലുള്ളൊരു വിക്ഷേപണം നമ്മൾ സയൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ചെയ്തത്. ചന്ദ്രയാൻ 3ക്ക് മുമ്പ് ഒരു ചന്ദ്രയാൻ 1ഉം 2ഉം ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാം. ചന്ദ്രയാൻ 1 തുടങ്ങിയത് കാലഘട്ടത്തിൽ ശ്രീ മാധവൻ നായർ അന്നത്തെ ചെയർമാനായിരുന്നു. അന്ന് ശ്രീ ഡോക്ടർ APJ അബ്ദുൽ കലാമും അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. ചന്ദ്രയാൻ 1 ഉണ്ടാക്കിയ സമയത്ത് APJ അബ്ദുൽ കലാമിനെ കണ്ടപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, നിങ്ങൾ ചന്ദ്രനിൽ ഏതായാലും പോവുകയല്ലേ, അവിടെ പോകുമ്പോൾ ചന്ദ്രനിൽ എന്തെങ്കിലും ഒന്ന് ഇട്ടിട്ട് പോരണം, ചന്ദ്രനിൽ ചുമ്മാ കറങ്ങിയിട്ട് പോന്നാൽ പോരാ. കാരണം നമ്മുടെ പ്ലാൻ ചന്ദ്രയാൻ 1 ചന്ദ്രനെ ഭ്രമണം വച്ചിട്ട് അതിനെ ഒബ്സർവ് ചെയ്തിട്ട് വരിക എന്നുള്ളതായിരുന്നു. അപ്പോൾ അബ്ദുൽ കലാം പറഞ്ഞ സജഷൻ ഒരു മൂൺ ഇമ്പാക്ട് പ്രോബ് എന്നൊരു സാധനം ആ ചന്ദ്രയാൻ 1ൽ വേണമെന്നും അത് ചന്ദ്രനിലേക്ക് പോകുന്ന വഴിക്ക് ചന്ദ്രനിലേക്ക് ഡ്രോപ്പ് ചെയ്യണമെന്നും നമ്മുടെ ഭാരതത്തിൻ്റെ പതാക ചന്ദ്രനിൽ പതിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിനൊരു വലിയൊരു മെസ്സേജ് ഉണ്ട്. ഭാരതത്തിൻ്റെ നിർമ്മിച്ച ഒരു വസ്തു ആദ്യമായിട്ട് ചന്ദ്രനിലെത്തുക എന്നുള്ളതായിരുന്നു ആ മെസ്സേജ്. പക്ഷേ അത് മാത്രമല്ല, ആ മെസ്സേജിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് എക്സ്പെരിമെൻറ്റും കൂടെ അതിനകത്ത് കയറ്റി. അതിനകത്തൊരു ക്യാമറ വയ്ക്കുകയും അതിൻ്റെ ചന്ദ്രൻ്റെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുകയും ചന്ദ്രനിലെ ജലാംശത്തെ കണ്ടെത്താനുള്ള ആദ്യ ചുവടുവയ്പ്പായിട്ട് മാറുകയും ചെയ്തു. ഇത്രയും ആളുകളൊക്കെ ഇതിനു മുമ്പ് ചന്ദ്രനിൽ പോയെങ്കിലും ചന്ദ്രയാൻ 1 ചന്ദ്രനിൽ ജലത്തിൻ്റെ സാന്നിധ്യം ആദ്യമായി കണ്ടെത്തുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്. ആ കണ്ടുപിടുത്തം പിന്നീട് 2 അമേരിക്കൻ പേലോഡ് ഉപയോഗിച്ചിട്ടും ഇന്ത്യൻ പേലോഡ് ഉപയോഗിച്ചിട്ടും നമ്മൾ ചന്ദ്രനിൽ ജലമുണ്ട് എന്ന് ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് ചന്ദ്രയാൻ 2ൽ വീണ്ടും ഉറപ്പാക്കിയിട്ടുണ്ട്. സോ ഇറ്റ്സ് എ വെരി വണ്ടർഫുൾ ഒബ്സർവേഷൻ ബിക്കോസ് വി inserted some scientific goal into that experiment. It is just not for show. It was for a purpose. So we developed an instrument that is capable of detecting water on the moon. You know, Americans went to moon. Russians also landed their robotic missions on the moon. None of them found out presence of water on the moon. I don't know why they couldn't find out. But we were able to do that. But when we sent the Chandrayaan 3, we created 5 instruments on board Chandrayaan 3. And all the 5 instruments very leading excellent instruments on board. We looked at how the elemental composition can be found out by laser ablation and spectroscopy. Similarly, alpha particle ablation and spectroscopy. Looked at how the moon quakes are happening. We created an instrument to look at the ionization behavior of the surface of the moon. Also, we had a probe that penetrates into the surface of the moon and then measure the temperature gradient to find out how the insulation behavior of the moon regolith is there. So a lot of such scientific instruments were designed, built and put into that mission. So it actually taxed the entire ecosystem because scientists have to develop such compact instruments. You know, a spectroscopic instrument, I don't know how many of you understand spectroscopy, to make it in 1 kilogram, 2 kilogram size is a very important, very difficult instrument. So when we actually presented this Chandrayaan 3 to a committee which came from US, Jet Propulsion Laboratories in ISRO, they were really astonished to see the quality of the work that we did. Americans, okay, some of them were Indians, of course, they were Americans only in the committee. They came and then really appreciated that you made a beautiful payload, and possibly that's a time that we should collaborate with US, NASA on future missions to moon. I think that was a confidence when we really did that mission in Chandrayaan 2 and 3. And you know, later we had a collaborative mission recently launched, NASA ISRO Synthetic Aperture Radar Satellite. And this satellite is one of the best payload that we have, a twin band radar which can actually observe Earth in every 12 days. The entire Earth will be observed and imaged in every 12 days, and it can measure centimeter level movement of Earth, the tectonic movements. It can actually measure the surface water content, the humidity on the surface, the agriculture or the greenery around the Earth, how the ice cover in Earth is changing, how the atmosphere is changing, how water deep beneath the surface of Earth is actually filling and vacating. All these features can be measured using this satellite, and the satellite is just going through the commissioning trials. One of the costliest ever built satellite is a collaboration between India and NASA. You know, NASA, the agency who sent man on the moon first, and we are yet still thinking about doing it. So that's the extent of collaboration that has happened in the domain of science. അതുകൊണ്ട് മാത്രം നമ്മൾ അവസാനിക്കുന്നില്ല, നമ്മളുടെ സയൻസ് ജേർണി തുടരുകയാണ്. നമ്മൾ അതിനുശേഷം സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ആദ്യത്തെ എൽമെന്റ് വിക്ഷേപിച്ചു.
അതിൽ നമ്മൾ സൂര്യനെ പഠിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം. സൂര്യൻ ആണ് നമ്മുടെ എല്ലാ ഊർജ്ജത്തിൻ്റെയും ഉറവിടം. ഈ ഊർജ്ജം നമ്മളിലേക്ക് വരുന്നുണ്ടെങ്കിലും ഇതൊരു 12 വർഷ സൈക്കിളിലൂടെ കടന്നു പോവുകയാണ്. സൂര്യൻ വളരെ പ്രകാശമാനമാകുകയും വീണ്ടും കുറഞ്ഞു പോവുകയും വീണ്ടും കൂറുകയും ചെയ്യുന്ന ഒരു സൈക്കിളുണ്ട് അതിന്. ഈ സൈക്കിൾ പഠിക്കേണ്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം, സയൻറ്റിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ത്യയിൽ സോളാർ സയൻറ്റിസ്റ്റുകളുണ്ട്, നമുക്ക് ചില ഒബ്സർവേറ്ററികളുണ്ട്, ഗ്രൗണ്ട് ബേസ്ഡ് ഒബ്സർവേറ്ററികളുണ്ട് സൂര്യനെക്കുറിച്ച് പഠിക്കുന്നത്. എന്നാൽ സ്പേസിൽ ആദ്യമായിട്ടൊരു ഒബ്സർവേറ്ററി നിർമ്മിക്കാനും അതിനുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ ഉണ്ടാക്കാനും അതിനുള്ള നോളജ് ഉണ്ടാക്കാനും നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ശ്രമിക്കുകയാണ്. ഏകദേശം 10 വർഷത്തോളത്തുള്ള പ്രവർത്തനമാണ് ആദിത്യ L1 വിക്ഷേപണം. പക്ഷേ സൂര്യനെക്കുറിച്ച് പഠിക്കുന്ന ഒരുപാട് വിക്ഷേപങ്ങൾ നടന്നിട്ടുണ്ട്. അമേരിക്കയുടെ ഉണ്ട്, ജപ്പാൻ്റെ ഉണ്ട്, യൂറോപ്പിൻ്റെ ഉണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പല രീതിയിൽ സൂര്യനെ കാണുന്ന ഒരു ഉപഗ്രഹമാണത്. സൂര്യൻ്റെ പുറത്തു വരുന്ന പാർട്ടിക്കിളുകൾ, സൂര്യൻ്റെ കൊറോണ, സൂര്യനിൽ നിന്ന് പുറത്തു വരുന്ന എക്സ്റേ, നമ്മൾ ഹാർഡ് എക്സ്റേ, സോഫ്റ്റ് എക്സ്റേ എന്ന് പറയുന്ന 2 തരം എക്സ്റേകളുണ്ട്. അവിടെ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് രശ്മികൾ, അവിടെ നിന്ന് വരുന്ന കിരണങ്ങളിലുള്ള മാഗ്നറ്റിക് എഫക്ട്സ്, ഇതെല്ലാം മെഷർ ചെയ്യുന്ന 7 തരം ഇൻസ്ട്രുമെൻറ്റുകളുള്ള ഒരേ ഒരു ഉപഗ്രഹമാണ് ആദിത്യ L1. അത് മാത്രമല്ല, ആദിത്യ L1, ഈ L1 എന്താണെന്ന് നിങ്ങൾ കേട്ട് കാണും. L1 എന്ന് പറഞ്ഞാൽ ലഗ്രാഞ്ചിയൻ പോയിൻറ്റ് 1 ആണ്. ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയ്ക്കുള്ള ഒരു ബിന്ദുവാണ്. ആ ബിന്ദുവിൽ നമ്മുടെ രണ്ടിൻ്റെയും ആകർഷണ ബലം ഇല്ലാതായി മാറുന്ന ഒരു സ്ഥലം. അവിടെ എത്തിക്കണം. നമ്മൾ ഇവിടെ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരത്തിൻ്റെ 3 ഇരട്ടി ദൂരത്തിലാണ് ആ പോയിൻ്റ് ഇരിക്കുന്നത്. ആ പോയിന്റിൽ നമ്മൾ കൃത്യമായിട്ട് ഉപഗ്രഹത്തെ യാത്ര ചെയ്യിച്ച് എത്തിക്കുക എന്നുള്ളൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു മിഷനാണ് നമ്മൾ വളരെ വിജയകരമായിട്ട് ചെയ്തത്. ഇതും നമ്മുടെ നോളജിൻ്റെ, സ്കില്ലിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു. ലോകമെല്ലാം കാണുകയാണ് നമ്മളിത് ചെയ്യുന്നത്. അത് വളരെ കൃത്യമായിട്ട് എത്തിക്കുകയും ആ പേലോഡുകൾ പ്രവർത്തിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ വിക്ഷേപിച്ച ഒരു ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്, എക്സ്റേ പോളറൈസ്ഡ് സാറ്റലൈറ്റ് ടു സ്റ്റഡി ബ്ലാക്ക് ഹോൾസ്. ബ്ലാക്ക് ഹോളുകൾ എന്ന് കേട്ട് കാണും, പ്രത്യേകിച്ച് കുട്ടികൾക്കെല്ലാം ഇപ്പോൾ അറിയാം, പ്രായമായവർ കേട്ട് കാണില്ല അധികം ബ്ലാക്ക് ഹോളുകൾ എന്താണെന്ന്. തമോഗർത്തങ്ങൾ എന്ന് പറയുന്ന നക്ഷത്രങ്ങൾ മരിച്ച് എത്തുന്ന ഒരവസ്ഥയാണ് തമോഗർത്തങ്ങൾ. ആ തമോഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കാനും അവ മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും മെറ്റീരിയലിനെ വലിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന എക്സ്റേ നോക്കി അത് ഏതെങ്കിലും ഗ്രഹത്തെ തിന്നുകൊണ്ടിരിക്കുകയാണോ എന്നറിയാനുള്ള ഒരു സ്റ്റഡി നടത്തുന്ന ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. അതിനുള്ള ഇൻസ്ട്രുമെൻ്റ് ഇന്ത്യയിൽ നിർമ്മിക്കുകയും വിക്ഷേപിക്കുകയും ചെയ്തു വിജയകരമായിട്ട്. അതിനുശേഷം ആ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ 2 ഉപഗ്രഹങ്ങൾ സ്പേസിൽ പോയി ഡോക്ക് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് ചെയ്തു. നിങ്ങളെല്ലാം കണ്ടു കാണും, പത്രങ്ങളിൽ വായിച്ചു കാണും. സ്പേഡെക്സ് എന്ന് പറയുന്ന മിഷൻ. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് നമ്മൾ ഈ മേഖലയിൽ പണ്ട് നമ്മൾ അപ്ലിക്കേഷൻ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നതിന് അപ്പുറത്തേക്കുള്ള ചില ചുവടുവയ്പ്പുകൾ നടത്തുന്നുണ്ട്. ഇനി വരും വർഷങ്ങളിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ചന്ദ്രയാൻ 4 ഓൾറെഡി അനൗൺസ് ചെയ്തു, ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ ലക്ഷ്യം ചന്ദ്രനിൽ പോവുക മാത്രമല്ല, അവിടെ ഇറങ്ങി അവിടെ നിന്ന് കല്ലും മണ്ണും ഒക്കെ പാക്ക് ചെയ്ത് ഒരു പാത്രത്തിലാക്കി തിരിച്ച് ഭൂമിയിൽ കൊണ്ടുവരിക എന്നുള്ളൊരു മിഷനാണത്. അതിനുമുമ്പ് റോബോട്ടിക് മിഷനെ കുറിച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പിന്നെ ജപ്പാനുമായിട്ട് ചേർന്ന് ഒരു റോവർ, ഒരു വലിയ റോവർ, ഒരു കാറിൻ്റെ അത്രയും വലിപ്പമുള്ള, കാറിൻ്റെ അത്രയുമില്ല, അതിൽ കുറച്ച് കുറവ്, 300 കിലോഗ്രാം ഭാരമുണ്ട്, അത്രയും വലിപ്പമുള്ള റോവറിനെ നിർമ്മിച്ച് ചന്ദ്രനിലെത്തിക്കുകയും ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഏകദേശം 100 ദിവസത്തോളം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു റോവർ ഉണ്ടാക്കി വിക്ഷേപിക്കുക എന്നുള്ളതാണ് ചന്ദ്രയാൻ 5 ലക്ഷ്യം. അതുപോലെയുള്ള മിഷനാണ് നമ്മൾ വീനസിലേക്ക് നമ്മളൊരു മിഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ചൊവ്വയിൽ വീണ്ടും നമ്മൾ മാർസ് ഓർബിറ്റർ മിഷൻ വിക്ഷേപിച്ച് നിങ്ങൾക്കെല്ലാം അറിയാം. അതും വളരെ പ്രധാനപ്പെട്ടൊരു മിഷനാണ്. ഇന്ത്യ ആദ്യമായിട്ട് ഒരു ചൊവ്വയിലേക്കൊരു മിഷൻ നടത്തുകയും ലോകത്തെ ഒരേ ഒരു ഏജൻസിയാണ് ഇന്ത്യ. ആദ്യ മിഷനിൽ തന്നെ ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്താനും വിജയിക്കാനും കഴിഞ്ഞ ഒരേ ഒരു രാജ്യമാണ്. മറ്റൊരാളും ആദ്യമായിട്ട് വിജയിച്ചിട്ടില്ല. പല പരാജയങ്ങളിലൂടെയാണ് പലരും ആ ലക്ഷ്യം നേടിയിട്ടുള്ളത്. പക്ഷേ അവരുടെ എല്ലാം പരാജയങ്ങളുടെ ലെസൺ നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ടാണ് നമ്മൾ ആദ്യം കൊണ്ട് നേടിയത് എന്ന് പറയാമെങ്കിലും നമ്മൾ ആദ്യം നേടിയെന്നുള്ള ആ ക്രെഡിറ്റ് നമുക്കിപ്പോൾ കയ്യിൽ വയ്ക്കാവുന്നതാണ്. പക്ഷേ ഇപ്പം ഇനി ചൊവ്വയിലേക്ക് പോകുമ്പോൾ ഇനിയുള്ള ലക്ഷ്യം ചൊവ്വയിൽ ഇറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ മാർസ് ലാൻഡർ മിഷനും ഇപ്പോൾ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയും വരും വർഷങ്ങളിൽ നമ്മളൊരു ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, നമ്മുടെ സ്വന്തമായിട്ടൊരു സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കുകയും അതൊരു 2028 മുതൽ 35 വരെയുള്ള കാലഘട്ടത്തിൽ നിർമ്മിക്കുകയും അവിടെ ലോഞ്ച് ചെയ്യുകയും ചെയ്യുക. മനുഷ്യനെ സ്പേസിൽ കൊണ്ടുപോകുന്ന ഗഗൻയാൻ പ്രോഗ്രാം കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് നമ്മൾ അക്കാര്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ 4 അസ്ട്രോണോട്ടുകളെ നമ്മൾ സെലക്ട് ചെയ്തു. അതിൽ നിങ്ങളറിയാം, ശുഭാംശു ശുക്ല ഈ കഴിഞ്ഞ യാത്ര ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട്, അവരുടെ പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്തു വിജയകരമായിട്ട്. അപ്പോൾ ഇവരൊക്കെ പോയി കണ്ട് മനസ്സിലാക്കി വന്ന കാര്യങ്ങൾ നമ്മളോടൊക്കെ പറയും. അപ്പോൾ അതും
മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സ്വന്തം സ്പേസ് സ്റ്റേഷനുകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ഈ യാത്ര ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യനെ സ്പേസിൽ അയക്കാൻ കഴിവുള്ള ടെക്നോളജി ഭാരതത്തിന് സ്വന്തമായിട്ട് വികസിപ്പിക്കണമെന്നും അവരായിരിക്കണം ഇനിയുള്ള ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നും നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് 2035 മനുഷ്യനെ അയക്കാൻ കഴിയുമെന്നാണ് നാം പ്രതീക്ഷ. അപ്പോൾ എല്ലാവരും ചോദിക്കും, എന്തിനാ മനുഷ്യനെ വെറുതെ സ്പേസിലേക്ക് അയക്കുന്നത്? നമ്മൾ ഭൂമിയിലെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ ആളുകളെ സ്പേസിലേക്ക് അയക്കുക, അതോ അവിടെ പോയതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രയോജനമുണ്ടോ മനുഷ്യന്? ഈ ചോദ്യവും പലപ്പോഴും നമ്മൾ നേരിടുന്ന ചോദ്യമാണ്. നമുക്കറിയാം, ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പോലെയുള്ള ഒരു ഉപഗ്രഹം നമ്മുടെ അന്തരീക്ഷത്തിൽ ഇപ്പോൾ ഉണ്ട്, സ്പേസിലിപ്പോൾ ഉണ്ട്. ഏകദേശം 100 മീറ്ററോളം നീളവും ടൺ കണക്കിന് ഭാരവുമുള്ള ഏകദേശം 20ഓളം രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിർമ്മിച്ച ഒരു സ്പേസ് സ്റ്റേഷനാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ഇന്ന് അവിടെ എല്ലാ ദിവസവും പരീക്ഷണങ്ങളാണ് നടക്കുന്നത്. പല മേഖലയിലെ പരീക്ഷണങ്ങളാണ് പല രാജ്യങ്ങളിൽ നിന്നും. മൈക്രോഗ്രാവിറ്റി എന്ന് പറയുന്ന നമ്മുടെ ഭൂമിയിലുള്ള ഗ്രാവിറ്റി, ഭൂമിയുടെ ഗുരുത്വാകർഷണം ഇല്ലാത്തൊരവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ വരും മെറ്റീരിയലിനും മറ്റുമൊക്കെ. ഇത് മോളിക്യൂളുകൾ സിന്തസൈസ് ചെയ്യാനും അതുപോലെ ബയോളജിക്കൽ എക്സ്പെരിമെൻറ്റുകൾ നടത്താനും മനുഷ്യനിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാനും മെഡിസിൻസ് ഉണ്ടാക്കാനും ഭാവിയിലുള്ള ഹൈ ക്വാളിറ്റി ഇലക്ട്രോണിക്സുകളുടെ നിർമ്മാണത്തിനുമൊക്കെ ഈ മൈക്രോഗ്രാവിറ്റി എൻവയോൺമെൻറ്റ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ഭാവി തലമുറയ്ക്ക് ഉള്ള റിസർച്ച് ലബോറട്ടറിയാണ് നമ്മുടെ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനായി മാറുക. അപ്പോൾ മൈക്രോഗ്രാവിറ്റി റിസർച്ചിൽ ഈ മേഖലയിൽ ഒരുപാട് പുതിയ ചുവടുവയ്പ്പുകൾ ഭാരതം നടത്തേണ്ടതുണ്ട്. അതിനുള്ളൊരു ശക്തമായ അടിത്തറയാണ് നമ്മുടെ ഈ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനായി മാറുക എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. എന്നാൽ ഇതിലും നമ്മുടെ സ്വപ്നങ്ങൾ അവസാനിക്കുന്നില്ല. അടുത്ത പടിയായിട്ട് ചന്ദ്രനിൽ ആദ്യമായിട്ടൊരു ഭാരതീയനെ ലാൻഡ് ചെയ്യിക്കണം, 2040 എത്തിക്കണം എന്നുള്ളതാണ് അടുത്ത പ്രോജക്റ്റായിട്ട് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ മേഖലയിൽ, സ്പേസ് മേഖലയിൽ ആപ്ലിക്കേഷനുകൾ, ഡിഫൻസ്, സ്ട്രാറ്റജിക് യൂസ്, ഈ മേഖലയ്ക്കൊപ്പം തന്നെ സയൻസ് റിസർച്ചിലും ടെക്നോളജി ഡെവലപ്മെൻറ്റിലും പുതിയ സ്ട്രെസ് കൊടുക്കാൻ ഭാരതം തീരുമാനിച്ചു. ഇതിൻ്റെ ഉദ്ദേശം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഗ്രോത്ത് സ്റ്റോറിയുടെ വിഷൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഭാരതം ഇന്ന് ലോകത്തുള്ള മറ്റു രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് എക്കണോമി, നമ്മുടെ സാമ്പത്തിക ശക്തിയുടെ ഒരു അളവെടുത്ത് നോക്കിയാൽ നമ്മൾ ഇന്ന് 4ാമത്തെ പൊസിഷനിലാണ്. നമ്മളൊരു 9ഓ 10ഓ ആയിരുന്ന ഒരു രാജ്യമാണ്. ഇന്ന് നമ്മൾ ഏകദേശം 4ാമത്തെ പൊസിഷനിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ഗ്ലോബൽ എക്കോണമിയുടെ ഒരു മെഷറിൽ. പലരും പറയുന്നു ഇനിയും വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് വളരെ ഹൈ ആയിരിക്കും, അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ 3ഓ 2ഓ ഒക്കെ എത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. പക്ഷെ അതൊന്നും നമ്മളിപ്പോൾ ഒരു പ്രശ്നമാക്കേണ്ട. ചിലപ്പോൾ എത്തിയില്ലായിരിക്കാം. പക്ഷേ നമ്മുടെ സാമ്പത്തിക ശക്തി വർദ്ധിക്കാൻ പോകുന്ന ഒരു രാഷ്ട്രമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ കാരണം വളരെ ക്ലിയറാണ്. ഒന്ന്, നമ്മുടെ രാജ്യത്തെ യുവാക്കളുടെ എണ്ണം മറ്റേതൊരു രാജ്യത്തെ അപേക്ഷിച്ചും പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷനിൽ വളരെ ഹൈ പെർസെൻറ്റേജുള്ള ഒരു രാഷ്ട്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രമാണ് ഇന്ത്യ. ചൈന പോലും ഇതിലെത്തുന്നില്ല. ഒരു ഡെമോഗ്രാഫിക് അഡ്വാൻറ്റേജ് നമുക്കുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരുടെ എണ്ണം കൂടുതലാണ്. ഇനി വരുന്ന ഒരു 20 വർഷത്തേക്ക് ഈ അഡ്വാൻറ്റേജ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് നമുക്ക് യൂസ് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെ യൂസ് ചെയ്യണം? പുതിയ ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യാനായിട്ടും പുതിയ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ടാക്കാനും പുതിയ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെയുള്ള കഴിവ് പുതുതലമുറയ്ക്കാണ്, ഇനി വരുന്ന പുതിയ ആളുകൾക്കാണ്. അവരെ തയ്യാറെടുക്കാനും അവർക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാനും നമുക്ക് കഴിയണം. ഇത് സാധിക്കുന്നത് നമുക്ക് വളരെ ക്ലിയറായിട്ട് അറിയാം. നമ്മൾ ടെക്നോളജി മേഖലയിൽ മാത്രമാണ് ഇനി ഭാവി ജോലികളും ഭാവി പോസിബിലിറ്റികളും ഉള്ളത്. അല്ലാതെ ഒരു സർവീസ് സെക്ടറിൽ നിന്ന് മാത്രം ഒരു രാഷ്ട്രത്തിന് എക്കോണമിയെ ഗ്രോ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കറിയാം, പണ്ടൊക്കെ രാജ്യങ്ങൾ സമ്പത്ത് എന്ന് പറഞ്ഞാൽ മിനറൽസ് കുഴിച്ചെടുക്കുക, പെട്രോൾ കുഴിച്ചെടുക്കുക, വിൽക്കുക, അതല്ലെങ്കിൽ ട്രേഡ് നടത്തുക. അടുത്ത പടിയായിട്ട് നിങ്ങൾ ക്രയവിക്രയം ചെയ്ത് സമ്പത്ത് വർദ്ധിപ്പിക്കുക. പക്ഷേ റിയൽ എക്കോണമി എന്ന് പറയുന്നത് നോളജ്, സ്കിൽ, റിയൽ ഫസ്റ്റ് ടൈം ഡെവലപ്മെൻറ്റ് ഓഫ് നോളജാണ്. അതൊരു രാഷ്ട്രത്തിന് എപ്പോഴാണോ സ്വായത്തമാക്കാൻ കഴിയുക, അവരായിരിക്കും ലോകത്തിൻ്റെ നിറകയിലുള്ള സാമ്പത്തിക ശക്തി. അതാണ് അമേരിക്കയെ പോലൊരു രാഷ്ട്രം എന്തുകൊണ്ട് തുടർച്ചയായിട്ടൊരു സാമ്പത്തിക ശക്തിയായിട്ട് നിലനിൽക്കുന്നു ചോദിച്ചാൽ, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നൊവേഷനുകളും ഇൻവെൻഷനുകളും ഡെവലപ്മെൻറ്റുകളും ഒക്കെ സംഭവിക്കുന്ന ഒരു രാഷ്ട്രം ഇന്ന് അമേരിക്കയാണ്. കാരണം അതിന് പറ്റിയ ഒരു എക്കോസിസ്റ്റം, യൂണിവേഴ്സിറ്റികൾ, റിസർച്ച് ലബോറട്ടറികൾ, ലോകത്തുള്ള എല്ലാ നല്ല മൈൻഡുകളെയും അട്രാക്ട് ചെയ്യുന്ന ഒരു എൻവയോൺമെൻറ്റ് എല്ലാ രാഷ്ട്രത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രം ഉയർന്ന നിലയിൽ നിൽക്കുന്നത്. എന്തുകൊണ്ട് അത്തരമൊരു രാഷ്ട്രമായിട്ട് ഇന്ത്യക്ക് മാറാൻ കഴിയുന്നില്ല? എന്തുകൊണ്ടൊരു ഇന്നൊവേഷൻ ഹബ്ബായിട്ട് ഇന്ത്യക്ക് മാറാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി ടെക്നോളജിയുടെ മാധ്യമത്തിലൂടെ പണമുണ്ടാക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രമായിട്ട് ഇന്ത്യക്ക് മാറാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ
നമുക്ക് സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്, എന്താണ് നമ്മളെ അതിൽ നിന്ന് തടയുന്നത്? ഈ 4ാമത്തെ പൊസിഷനിൽ നിന്ന് 3ഓ 2ഓയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് ടെക്നോളജിയുടെ മാധ്യമത്തിലൂടെ മാത്രമാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ സ്പേസിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ശ്രമിച്ചത്. ഇത് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടത് ഇനി മറ്റു ഒരുപാട് മേഖലകളിലാണ്. ഏതൊക്കെയാണ് മേഖലകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇലക്ട്രോണിക്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു മേഖലയാണ്. ചിപ്പുകളുടെ ഡെവലപ്മെൻറ്റുകൾ, വികാസനം. ഇനി വരും വർഷങ്ങളിൽ എക്കോണമിയുടെ വലിയൊരു ഭാഗം ചിപ്പ് ഡെവലപ്മെൻറ്റുകളിലും അതിന് റിലേറ്റഡ് ഇലക്ട്രോണിക്സ് മേഖലയിലായിരിക്കും. മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്ന മേഖല അതും വളരെ പ്രധാനപ്പെട്ടൊരു മേഖലയാണ്. അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട മേഖലയാണ് ബയോ എൻജിനീയറിംഗ്, തമ്മിൽ ബന്ധപ്പെടുന്ന മേഖല. കാരണം ബയോളജി ഇന്ന് ഒരു ബയോളജിയും സയൻസ് മാത്രമല്ല, ഇന്നൊരു എൻജിനീയറിംഗ്, കമ്പ്യൂട്ടേഷൻ എല്ലാം കൂടെ ബന്ധപ്പെട്ട ഒരു സയൻസായി മാറിയിരിക്കുന്നു ബയോടെക്നോളജി എന്ന് പറയുന്നത്. ആ മേഖലയിലെ കോൺട്രിബ്യൂഷൻ ഇനി വരും വർഷങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രത്യേകിച്ചും മനുഷ്യ ആരോഗ്യവും ലോഞ്ചെവിറ്റിയും ഹെൽത്ത് കെയറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട മേഖലയിലുള്ള റിസർച്ച് ഇനി വരും വർഷങ്ങളിൽ വളരെ എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നും അതിൽ കണ്ടുപിടുത്തുന്ന കണ്ടെത്തലുകളാണ് ഇനിയും വരും വർഷങ്ങളിൽ രാജ്യത്തിൻ്റെ സമ്പത്തിനെ പോലും നിശ്ചയിക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യാനുള്ള കഴിവുകളും പുതിയ മരുന്നുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ടെക്നോളജികൾ, ഇതൊക്കെ വരും വർഷങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയാണ്. അതുപോലെ തന്നെയുള്ള മേഖലയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ. കാരണം AI ഇന്ന് നിങ്ങൾക്കറിയാം, AI നമ്മുടെ ചുറ്റുമൊക്കെ വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മേഖലയിലേക്ക് പുതിയ കാൽവയ്പ്പുകൾ ഈ രാഷ്ട്രം നടത്തേണ്ടതുണ്ട്. അതിനുള്ള മിഷനുകൾ ലോഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതിന് പറ്റിയ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നിർമ്മിക്കേണ്ടതുണ്ട്. അവിടെ ചെറുപ്പക്കാർക്ക് പോകാനും റിസർച്ച് ചെയ്യാനും ആ റിസർച്ച് ഔട്ട്കം ഉപയോഗിച്ച് കമ്പനികൾ ഉണ്ടാക്കാനും സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കാനും ബിസിനസ്സുകൾ ഉണ്ടാക്കാനും എക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാക്കാനും നമുക്ക് കഴിയണം. ഇതൊരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ ചെയ്യാൻ ശ്രമിച്ചത് സ്പേസ് മേഖലയിൽ എങ്ങനെ പുതിയ ബിസിനസ്സുകൾ ഉണ്ടാക്കാമെന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചവർക്കറിയാം, ISRO ഇന്ന് ISRO പഴയ ISRO അല്ല. കഴിഞ്ഞ 3 വർഷം ഞാൻ ISROയിൽ ചെയർമാനായിരുന്ന കാലഘട്ടത്തിൽ വലിയൊരു മാറ്റമാണ് ഗവൺമെൻറ് എന്നോട് ചെയ്യാൻ പറഞ്ഞത്. ഒന്ന്, അതിൻ്റെ മാറ്റം എന്ന് പറഞ്ഞാൽ ISROയെ ഓപ്പൺ അപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഡെമോൺസ്ട്രേഷൻ. പണ്ടൊക്കെ നമ്മൾ സീക്രട്ടീവായിട്ടുള്ള ഓർഗനൈസേഷനാണ്, എല്ലാം നമ്മൾ ഉള്ളിൽ ചെയ്യും, ആരോടൊന്നും പറയില്ല, എല്ലാം സീക്രട്ടാണ്. പക്ഷേ അതിനുശേഷം ഇന്ന് നമ്മൾ അത് ഓപ്പൺ അപ്പ് ചെയ്തിരിക്കുകയാണ്, പ്രൈവറ്റ് ഇനിഷ്യേറ്റീവിനെ തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യയിൽ റോക്കറ്റുകൾ നിർമ്മിക്കാനും ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും ആർക്കും അനുവാദമുണ്ട്. പണ്ട് ISRO ഗവൺമെൻറ്റിന് മാത്രമേ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത് പൂർണ്ണമായിട്ടും പ്രൈവറ്റ് മേഖലയിലേക്ക് അനുവാദമുള്ള മേഖലയാണ്. എന്ന് പറഞ്ഞാൽ ISROയെ പ്രൈവറ്റിന് വിൽക്കുകയല്ല ചെയ്യുന്നത്, പ്രൈവറ്റിന് ISROയുടെ നോളജ് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് സ്പേസ് മേഖലയിൽ ഏകദേശം 300ഓളം കമ്പനികൾ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന പലരും ISRO റിസൈൻ ചെയ്ത് കമ്പനികൾ സ്റ്റാർട്ട് ചെയ്ത് വളരെ വിജയകരമായ കമ്പനികൾ ഉണ്ടാക്കിയവരുണ്ട്. സ്വന്തമായിട്ട് ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും ലോഞ്ച് ചെയ്തവരുണ്ട്, റോക്കറ്റുകൾ വിക്ഷേപിക്കുന്നവരുണ്ട്, പുതിയ സ്റ്റാർട്ടപ്പുകൾ വന്നിട്ടുണ്ട്. ഇന്ന് ഏകദേശം 300ഓളം സ്റ്റാർട്ടപ്പ് കമ്പനികൾ സ്പേസ് മേഖലയിൽ മാത്രം പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഏകദേശം 10-15ഓളം വളരെ വിജയകരമായിട്ട് നിങ്ങൾക്ക് പറയാവുന്ന പേരുകളിലായി മാറിയിട്ടുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ഏകദേശം 1.5 ലക്ഷത്തോളം സ്റ്റാർട്ടപ്പുകളുള്ള ഒരു കൺട്രിയായി മാറി. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, പല രാഷ്ട്രങ്ങളും സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് കമ്പനികൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പുകൾക്ക് വളരെ ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തൊരു എക്കോസിസ്റ്റം ഉണ്ടായിരുന്നു. അത് റെഗുലേറ്ററി ഇഷ്യൂ ഉണ്ട്, ഫിനാൻസിങ് ഇഷ്യൂ ഉണ്ട്, കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനുള്ള പ്രയാസങ്ങളുണ്ട്, മാർക്കറ്റ് ചെയ്യാനുള്ള ഗ്ലോബൽ മാർക്കറ്റുകൾ ആക്സസ് ചെയ്യാനുള്ള പ്രയാസങ്ങളുണ്ട്. ഇത്തരം തടസ്സങ്ങളെ മാറ്റുക എന്നുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു പോളിസിയായി ഇന്നിപ്പോൾ മാറിയിട്ടുണ്ട്. അതൊരു വലിയ അഡ്വാൻറ്റേജാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അത് ചെറുപ്പക്കാർ അറിയണം. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിൽ എങ്ങനെ പുതിയ കണ്ടുപിടുത്തങ്ങളെ പ്രൊഡക്റ്റാക്കി മാറ്റാമെന്നും അത് ബിസിനസ്സാക്കി മാറ്റാമെന്നും അതെങ്ങനെ ഫണ്ടിങ് റേസ് ചെയ്യാമെന്നും അതിലൂടെ കമ്പനികൾ ഉണ്ടാക്കാനും, അമേരിക്കയിൽ മാത്രമല്ല അത്തരം കമ്പനികൾ, ഇന്ത്യയിൽ അത്തരം കമ്പനികൾ നിർമ്മിക്കാമെന്നും അത് ഗ്ലോബൽ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രാഷ്ട്രമായിട്ട് നമുക്ക് മാറാൻ കഴിയുമെന്നും ഉള്ള എക്സാമ്പിളുകൾ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റിസർച്ച് ലാബോറട്ടറികളിലും ഇത്തരം കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പണ്ടൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രധാന ലക്ഷ്യം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക, പരീക്ഷ എഴുതുക, മാർക്ക് വാങ്ങിക്കുക, പുറത്തു പോകുക, ഇതൊക്കെയായിരുന്നു. ഇന്ന് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം അതിൻ്റെ അപ്പുറത്തേക്ക് മാറിയിരിക്കുന്നു. പഠിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു ആളെ നിർമ്മിച്ചെടുക്കുക എന്നുള്ളതായി മാറിയിരിക്കുന്നു. എൻട്രപ്രണർ എന്ന് പറയുന്ന ആളാണ് ഇനി കോളേജുകളിൽ നിന്ന് സ്കൂളുകളിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത്. നമ്മൾ പറഞ്ഞ പോലെ വിദ്യാഭ്യാസ നല്ല അറിവുള്ളവരൊക്കെ ഉണ്ടാവും, സയൻറ്റിസ്റ്റുകൾ, റിസർച്ച് ചെയ്യാൻ കഴിവുള്ളവരൊക്കെ ഉണ്ടാവും, ഓരോ സ്വഭാവങ്ങളുള്ളവർ പലരും പുറത്തു വരും. പക്ഷേ
ഒരു രാഷ്ട്രത്തിൻ്റെ എക്കോണമിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എൻ്റർപ്രോണിയൽ സ്പിരിറ്റാണ്. അത് ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം. അത് നടക്കുന്നത് ടെക്നോളജി മേഖലയിലായിരിക്കുകയും വേണം. ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് രാഷ്ട്രത്തിൻ്റെ അടുത്ത സ്റ്റെപ്പുകൾ സംഭവിക്കാൻ പോകുന്നത്. അത് നമ്മൾ സ്പേസിൽ ഓൾറെഡി തുടങ്ങിയിരിക്കുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിളുകൾ ഇന്ന് വിസിബിളാണ്. ഇന്ന് ഇന്ത്യയിൽ എനിക്കറിയാം ഒരു ഏകദേശം 6 കമ്പനികൾ ഉപഗ്രഹങ്ങൾ നിർമ്മിച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിർമ്മിച്ചത് കൊളാബറേറ്റീവായിട്ടാണ്, പല രാഷ്ട്രങ്ങളുമായിട്ട് ചേർന്ന് സാറ്റലൈറ്റുകൾ നിർമ്മിക്കുകയും സ്വന്തമായിട്ട് അമേരിക്കയിലും മറ്റുമുള്ള റോക്കറ്റുകൾ കൊണ്ട് വിക്ഷേപിക്കുകയും ഇന്ത്യൻ റോക്കറ്റുകളിലും വിക്ഷേപിച്ചിട്ടുണ്ട്. ഇനി വരും വർഷങ്ങളിൽ എനിക്കറിയാം ഇന്ത്യയിൽ നിന്ന് സ്വന്തമായിട്ട് റോക്കറ്റുകൾ നിർമ്മിച്ച് വിക്ഷേപിക്കാൻ പോകുന്ന പല കമ്പനികളുമുണ്ട്. 2 പേരുടെ റോക്കറ്റ് വിക്ഷേപണം ഞാൻ ചെയർമാനായിരിക്കുമ്പോൾ തന്നെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് സബ് ഓർബിറ്റൽ ലോഞ്ചുകൾ നടത്തുകയുണ്ടായി. അവരെല്ലാം പഠിച്ചു വരുന്നതേ ഉള്ളൂ. എങ്കിലും എനിക്ക് തോന്നുന്നു അടുത്തൊരു 5 വർഷമാകുമ്പോൾ അവരെല്ലാം സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന റോക്കറ്റ് കമ്പനികളുടെ ഉടമകളായി മാറും. സ്പേസ് എക്സിൻ്റെ അപ്പുറം എത്തിയില്ലെങ്കിൽ പോലും അത്തരം പോസിബിലിറ്റികളാണ് നമ്മൾ കാണുന്നത് ഈ രാഷ്ട്രത്തിൽ. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം പല മേഖലയും ഇലക്ട്രോണിക് മേഖലയിൽ ഇന്ന് ഇന്ത്യയെ പോലെ രാഷ്ട്രം ഇന്ന് ചിപ്പുകൾ ഡിസൈൻ ചെയ്യുന്നതിൽ ഏറ്റവും ഫ്രണ്ട് എൻഡ് ആയിട്ടുള്ള ആളുകൾ ഇന്ന് ലോകത്തുള്ളത് ഇന്ത്യക്കാരാണ്. പക്ഷേ ചിപ്പുകൾ നിർമ്മിക്കാൻ പറ്റുന്ന കമ്പനികൾ ഇന്ത്യയിൽ ഇന്നില്ല. അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ കുറവാണ്. അതിനാണ് ഗവൺമെൻറ് ഇപ്പോൾ ഏകദേശം 1.5 ലക്ഷത്തോളം കോടി രൂപയുടെ ഇൻസെൻറ്റീവ്സുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എങ്ങനെ ചിപ്പുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന കമ്പനികൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാമെന്നുള്ളത്. ബയോടെക്നോളജി മേഖലയിൽ ഇതുപോലുള്ള വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജനറിക് മെഡിസിൻ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ്. പക്ഷേ അഡ്വാൻസ് മെഡിസിനുകളിൽ ഇന്നും ഇന്ത്യ പുറകിലാണ്. കാരണം പ്രത്യേകിച്ചും വാക്സിനുകളുടെ നിർമ്മാണം, അതിൻ്റെ ജനോമിക്സുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച് മേഖലയിലൊക്കെ ഇന്ന് പുതിയ കമ്പനികൾ ഉദയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റം ഇന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എൻ്റെ മെസ്സേജ് ഇത് മാത്രമാണ്, പ്രത്യേകിച്ചും ചെറുപ്പക്കാരോടുള്ളത്. ISRO ഒരു എക്സാമ്പിളായിട്ട് മാത്രം എടുക്കുക. ഇത് രാഷ്ട്രത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഏരിയയാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മളെപ്പോലുള്ളവർ അഡ്വാൻസ് നേഷനുകളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഏകദേശം 60 വർഷത്തോളം 50-60 വർഷം പുറകിലായിരുന്നവരാണ്. ഈ പുറകിലായിരുന്ന അവസ്ഥയെ നമ്മൾ മറികടന്ന് ഇന്ന് അവർക്കൊപ്പം ഒരേ ടേബിളിലിരുന്ന് സംസാരിക്കാൻ പറ്റുന്ന കപ്പാസിറ്റിയിൽ എത്തിയെങ്കിൽ, ഇത്ര ഹൈ ടെക്നോളജി മേഖലയിൽ ഇൻറ്റൻസീവായിട്ട് വർക്ക് ചെയ്യേണ്ട മേഖലയിൽ, കോസ്റ്റ് സെൻസിറ്റീവായിട്ടുള്ള മേഖലയിൽ നമുക്ക് മുന്നേറാൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് എല്ലാ മേഖലയിലും മുന്നേറാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഇലക്ട്രോണിക്സിലാവട്ടെ, മെറ്റീരിയൽ സയൻസിലാവട്ടെ, ഫ്രണ്ട് എൻഡ് റിസർച്ചിലാവട്ടെ, AI-യിലാവട്ടെ നമ്മൾ നേടിയെടുക്കണം. അതിന് വേണ്ട മാറ്റം ലീഡർഷിപ്പുകൾ, ഓർഗനൈസേഷനിൽ ലീഡർഷിപ്പുകൾ ഉണ്ടാവുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റിസർച്ചിനും ഓൺട്രപ്രണർഷിപ്പിനുമുള്ള ഫോക്കസ് ഉണ്ടാവുക, റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റുകളും ഉണ്ടാവുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രൈവറ്റ് കമ്പനികളുമായിട്ട് ലിങ്ക് വർദ്ധിപ്പിക്കുക. ഇതൊരു വലിയ ഗോളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്വപ്നമാണ്. കാരണം ഇന്ന് പ്രൈവറ്റ് കമ്പനികൾ ഇന്ത്യയിൽ പലരും റിസർച്ചിന് പണം മുടക്കാൻ ധൈര്യമില്ലാത്തവരാണ്. അമേരിക്കയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രൈവറ്റ് കമ്പനികളെല്ലാമാണ് റിസർച്ചിന് യൂണിവേഴ്സിറ്റികളിൽ ഫണ്ട് ചെയ്യുന്നത്. ഇന്ന് യൂണിവേഴ്സിറ്റികളെ ഫണ്ട് ചെയ്യാൻ ഇന്ത്യൻ കമ്പനികളൊന്നും മുന്നോട്ട് വരുന്നില്ല. ആ മാറ്റമാണ് ഇപ്പോൾ ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കേട്ട് കാണും, ANRF എന്ന് പറഞ്ഞ് അനുസന്ധാൻ റിസർച്ച് നാഷണൽ ഫൗണ്ടേഷൻ. 1.5 ലക്ഷം കോടി രൂപയുടെ ഒരു ഫൗണ്ടേഷനാണ്. അതിൻ്റെ ഫണ്ടിങ് 50% പ്രൈവറ്റ് കമ്പനികളിൽ നിന്നാണ് വരേണ്ടത്. അതായത് ഇനി വരുന്ന ഫ്യൂച്ചർ റിസർച്ചുകളെല്ലാം പ്രൈവറ്റ് കമ്പനികൾ സ്പോൺസർ ചെയ്ത് വേണം ചെയ്യാൻ, അവരുടെ പണം മുടക്കി വേണം ചെയ്യാൻ. അപ്പോൾ എന്താ ഗുണം? അവരതിൽ നിന്ന് റിട്ടേൺ പ്രതീക്ഷിക്കും. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുന്ന റിസർച്ചുകളിൽ നിന്നുള്ള ഔട്ട്കം ഇൻഡസ്ട്രികളുടെ പ്രൊഡക്റ്റിലും സർവീസിലും റിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഇതാണ് നമ്മുടെ സമ്പത്തിനെ ഡ്രൈവ് ചെയ്യാൻ പോകുന്ന അടുത്ത മാറ്റം. ഈ മാറ്റത്തിന് തുടക്കമുണ്ടാകുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ പ്രസംഗം നീട്ടുന്നില്ല. ഈ സ്പേസ് മേഖലയിൽ ഞങ്ങൾ കാണിച്ച ഈ എക്സാമ്പിൾ ഒരുപാട് മേഖലയിൽ ചെയ്യേണ്ടതുണ്ട്. സ്പേസ് മേഖലയിൽ നമ്മൾ ചെയ്തത് അറിവുണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു പ്രധാനം. കാരണം തുടക്ക കാലഘട്ടം നമുക്ക് എല്ലാം ചെയ്യാനുള്ള അറിവുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ പഠിച്ച, ഇന്ത്യയിൽ നിന്ന് വന്ന യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വന്ന ആളുകളാണ് ഇന്ന് ഇന്ത്യയിൽ റോക്കറ്റുകൾ, ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത്. പുറത്തുനിന്ന് ആരെയും ഇമ്പോർട്ട് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. ഞാൻ ഒരിക്കൽ യൂറോപ്പിൽ പോയപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ചെയ്യുന്ന റോക്കറ്റുകളിൽ എത്രമാത്രം അറിവ് നിങ്ങൾക്കുണ്ട്? നിങ്ങൾ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് അസംബിൾ ചെയ്തല്ലേ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, അല്ല, ഞങ്ങൾ ഇവിടുത്തെ അറിവ് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു എക്സാമ്പിളായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ചന്ദ്രയാൻ വിക്ഷേപണം ആ കോൺഫിഡൻസിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്. അത് നമുക്ക് പല മേഖലകളും റിഫ്ലക്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അത്തരം മാറ്റങ്ങൾക്ക് നിദാനമാകുന്ന ഒരു ചെറിയ വർക്ക് ചെയ്തു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റു പല ആയിരങ്ങൾ ISRO ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട, അഭിമാനിക്കാവുന്ന ഒരു മാറ്റമാണ്. അവരുടെ എല്ലാം റെപ്രസെൻറ്റേറ്റീവായിട്ട് ഇത്തരം ഒരു അവാർഡ് സ്വീകരിക്കാൻ എനിക്ക് അവസരമുണ്ടാക്കി തന്നതിൽ നന്ദി പറയുന്നു. എല്ലാവർക്കും എൻ്റെ പ്രത്യേകിച്ചും എൻ്റെ ഒപ്പം അവാർഡ് കിട്ടിയ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. താങ്ക് യു വൺസ് അഗെയിൻ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.